ഹലോ ട്രേഡേഴ്സ്, ഡേറ്റ ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട് ചാർട്ട്. നിഫ്റ്റി ഏതൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അടുത്തൊരു സപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അത്ര ഉള്ള കാര്യം. വേറെ വലിയ മൂവ്മെൻറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടാം, നാളെ നോക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഇവിടുന്ന് മാർക്കറ്റ് തീരുമാനിച്ചിട്ടില്ല, പീലിങ്ങാണോ സീലിങ്ങാണോ തീരുമാനിച്ചിട്ടില്ല. മാർക്കറ്റ് കൺസോൾട്ടേഷനിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ച നോക്കാനേ പറ്റുള്ളൂ. പിന്നെ ബേസിക്കലി ഞാൻ പറയുമല്ലോ, ഞാൻ ഒരു സ്പോട്ട് ബേസ് ട്രേഡ് ചെയ്യുന്ന ആളല്ല. നമ്മൾ സ്ട്രൈക്ക് ബേസിലാണ് കാര്യങ്ങൾ സംസാരിക്കുക. സ്പോട്ടിൽ ചെയ്യണവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്കത് വർക്കൗട്ട് ആകുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതർവൈസ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കാര്യം. മനസ്സിലായില്ലേ? സ്ട്രൈക്ക് ബേസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെൽപ്പ് ഫുള്ളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ. ഇത് മെമ്പേഴ്സ് 2300 സംതിങ്, ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ റൺ ചെയ്യണ പെയ്ഡ് ഗ്രൂപ്പാണ്. 90 മെമ്പേഴ്സാണ് അതിലുള്ളത്. ഇനി പോരാതെ തന്നെ BTCയുടെ ഒരു ഗ്രൂപ്പും കൂടി നമുക്കവിടെ കാണാൻ പറ്റും. മുകളിൽ ലെഫ്റ്റിൽ BTC ട്രേഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ 54 പേര്. റെഫർ ലിങ്ക് യൂസ് ചെയ്ത് 54 പേര് കയറിയിട്ടുണ്ട്. റെഫർ ലിങ്ക് യൂസ് ചെയ്യുന്ന 54 പേരല്ല, ഒരു 80 പേരെങ്കിലും റെഫർ ലിങ്ക് യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ 54 പേര് 55 പേരുണ്ട് ഗ്രൂപ്പിൽ. പിന്നെ നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ്ട്രീം സ്റ്റഡി എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഞാനത് സെല്ല് ചെയ്യണു, അത്രേ ഉള്ളൂ. അത് അവിടെ നമുക്ക് കോഴ്സ് പഠിച്ച ആൾക്കാർ ഒരു 10-25 പേരുണ്ട്. എന്താണ് എൻ്റെ ഒരു മെത്തേഡെന്ന്, അതിപ്പോൾ ഓൺലൈൻ സെക്ഷൻസ് കഴിഞ്ഞവരുണ്ട്. അതേപോലെ കയറുന്നവർക്ക് അപ്പം തന്നെ ഞാൻ കൊടുക്കുന്നത് റെക്കോർഡ് വീഡിയോസാണ്. അതെല്ലാതും ഉണ്ടാവും കേട്ടോ. റെക്കോർഡ് വീഡിയോയുടെ എല്ലാതും ഉണ്ടാവും. നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള റെഫറൻസാണ് ആ വീഡിയോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളോട് കൊടുക്കുന്നുണ്ട്. അത് അത്രയും അറിയണ ആൾക്കാർ, എല്ലാ കാര്യങ്ങളും അറിയണ ആൾക്കാർ ഒരു 10-25 പേരാണ് ടോട്ടലുള്ളത്. 25 പേര് ടോട്ടൽ. അപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വന്ന് സംസാരിക്കുക കേട്ടോ. നമുക്കൊരു DM ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഹെയ്റ്റായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങളതിനെ കമൻ്റ് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. മനസ്സിലായാലും നിങ്ങൾ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് പറ്റണില്ല എന്നുള്ള കാര്യം എന്നുണ്ടെങ്കിൽ, അപ്പോഴും ഹെയ്റ്റായിട്ട് തന്നെ നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കുഴപ്പമില്ല. അല്ലാതെ ഒരു സൊല്യൂഷനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് ഇനി പറയാനുള്ളത്. അതായത് നമ്മൾ മാർക്കറ്റ് ടൈം നമുക്ക് അറിയാലോ, 9 മണി to 3:30 വരെയാണ്. അപ്പോൾ ഈ 9 മണി to 3:30 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സെക്ഷൻസും 4 സെക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. BTC ആണെങ്കിലും ഫ്രീ ഗ്രൂപ്പ് ആണെങ്കിലും പെയ്ഡ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഏജ് ഉള്ളവരുണ്ട്, ഏജ് ഇല്ലാത്തവരുണ്ട്. ബേസിക്കലി നമ്മളങ്ങനെ സ്റ്റുഡൻസ് എന്നൊരു കാറ്റഗറിയിൽ നിന്ന് പെടുത്തിയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പാണെങ്കിലും ഇങ്ങനെ DMs വന്നുകൊണ്ടിരിക്കും. മനസ്സിലായാലും 9 മണി to 3:30 വരെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറേ എന്നല്ല പറയണത്, അത്യാവശ്യം അങ്ങനെ വന്നുകൊണ്ടിരിക്കും പല പല ടൈമിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ് സംസാരിക്കാൻ പറ്റുക. അത് ആ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ടോക്കാണ്. ചിലപ്പോൾ നിങ്ങളൊരു ഈസി ആയിട്ടുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടാവുക. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്ന രീതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഇത്തിരി സൗണ്ട് കൂടാം, സൗണ്ട് കുറയാം, എല്ലാം അതിൽ വരും. അപ്പോൾ നിങ്ങളതിനെ സെയിമായിട്ട് കാറ്റഗറൈസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ മുമ്പിലിരിക്കണ നേരത്ത് അതങ്ങനെയാണ് പറ്റുള്ളൂ, പെട്ടെന്ന്. ഇത് മാനേജ് ചെയ്യാൻ വേറെ ആൾക്കാരൊന്നുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യണത്. അപ്പോൾ മേ ബി എൻ്റെ സൗണ്ട് ഇത്തിരി കൂടാനും കുറയാനും സാധ്യതകളുണ്ട്. സൗണ്ട് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് റൈസ് ആവുക. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്തിരി ഹെയ്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാം. ഹെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടുന്ന രീതിയിലൊക്കെ തോന്നാൻ പറ്റും. ബേസിക്കലി എനിക്ക് ആരോടും ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അത് ഉത്തരം പറയാൻ പറ്റണതാണെങ്കിൽ ഞാൻ പറയും. അത് ചിലപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്ന രീതി തന്നെയാണ് ആ കോൾസിലാണെങ്കിലും. ഇപ്പോൾ കോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നേരിട്ട് തന്നെ കോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് എനിക്ക് DM ചെയ്ത് വോയിസ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ദേഷ്യപ്പെട്ടുള്ള ഒരു പരിപാടിയല്ല, അത് ആ ടൈം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിരിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്നും കൺസിഡർ ചെയ്യുക കേട്ടോ. ആ ടൈമിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാവും ബിഹേവ് ചെയ്യേണ്ടാവുക. അത് ആ ടൈമിൻ്റെയും ആ മാർക്കറ്റ് ടൈമിൻ്റെയും ഓരോ പ്രഷറിലാണ്, വേറെ ഒന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം, നമുക്ക് ഇത്രയും ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നേരിട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻ ഞാൻ ഇടുന്നുണ്ട്.
അപ്പോൾ മാക്സിമം നമ്മളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ക്ലാരിറ്റി ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാരിറ്റി ആക്കിയിട്ട് എല്ലാവരും വിടണുള്ളൂ. അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് പോവാം. ഇത്രയും സ്ട്രൈക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ പി ഇ മാർക്കറ്റായിരുന്നു കേട്ടോ. നമ്മൾ സി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പി ഇയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പറയുന്നത് 25,000 പി ആണ്. 25,000 പി ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈസി ആയിട്ടുള്ളൊരു ടാർഗറ്റ് അല്ല. നിങ്ങളിന് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടുന്ന ട്രേഡുകളാണ്. ഈ ലെവൽസൊക്കെയും ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്ന മെമ്പേഴ്സിനൊക്കെ അറിയാം. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ലെവൽസും കൂടിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് രാവിലെ 8 മണിക്ക്. ഈ 2 ലെവൽസ്, അതായത് 117 ആൻഡ് 152, ഈ 2 ലെവൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽസിൽ തന്നെയാണ് ഈ ടാർഗറ്റ് വന്നതാണത്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ടാർഗറ്റാണ്. അത് കുറച്ച് കണ്ടീഷൻസ് നമ്മൾ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്യണം, പിന്നെ റെഡ് ക്യാനിൽ റിജക്റ്റ് ആക്കണം, ട്രേഡ് എടുക്കണം. ട്രേഡ് എടുക്കണ നേരത്ത് 10 മിനിറ്റാണ് ഹോൾഡിങ്. ഇനിയിപ്പോൾ 1:1 മുകളിൽ വരുന്നുണ്ട്. അത് 1:1, 1:1.5, അതായത് 15 പോയിന്റ്, 18 പോയിന്റ്, 10ന്റെ മുകളിൽ 15, 18 അങ്ങനെയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിനെ വിൽക്കുക. അല്ലെങ്കിൽ ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ കോസ്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. 2 ലോട്ട് ഇടുന്ന ആൾക്കാർ 15 പോയിന്റൊക്കെ ആണെന്ന് നേരത്തെ ഒരു ലോട്ടിനെ വിൽക്കുക. ഒരു ലോട്ടിനെ SL തന്നെ വിൽക്കുക കേട്ടോ. കറക്റ്റായിട്ട് എടുക്കുക, SL തന്നെ വിൽക്കുക. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ ട്രേഡും ചെയ്യണം. നിങ്ങൾ ഏത് സെഗ്മെൻറ്റ് ചെയ്യണം. ബാങ്ക് ആണെങ്കിലും, നിഫ്റ്റി ആണെങ്കിലും, സെൻസസ് ആണെങ്കിലും, ക്രൂഡ് ഓയിൽ ആണെങ്കിലും, BTC ആണെങ്കിലും എല്ലാത്തിലും തന്നെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 3 ട്രേഡ് കിട്ടിയാണത്. ഇവിടെ ഒരു സ്വൈപ്പിംഗ് നടന്നിട്ടുണ്ട്. അത് SL ആയിട്ട് തന്നെ കൂട്ടേണ്ടി വരും. പിന്നെ റീ എൻട്രി ആണ് വരുന്നത്. റീ എൻട്രി ലിമിറ്റ് എന്നാണ് പോയിക്കണത്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന എൻട്രികളാണ്. നിങ്ങൾ ഒന്ന് കൺട്രോൾഡായിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈസിയാണ്. കറക്റ്റായിട്ട് എല്ലാം മാനേജ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഫിറ്റും എല്ലാവർക്കും എടുക്കാൻ പറ്റും. പിന്നെ ലോട്ട് കൂടുന്ന കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണില്ല. ലോട്ടിൻ്റെ കാര്യം നമുക്ക് അറിയാം. നല്ലത് മാനേജ് ചെയ്തിട്ട് പോവുക. ഇനി അറിയില്ലെങ്കിൽ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ, അത് കണ്ടാലും മതി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാ ദിവസവും പറയാറുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രമല്ല. ദിവസം 212 എന്നുള്ള ലെവലിൽ ഒരാൾ ചോദിച്ചപ്പോൾ എന്നെ കൊടുത്തതാണ് കേട്ടോ. ഇവിടെ ട്രേഡ് ആക്ടിവേഷനൊക്കെ നടന്നുണ്ട്. പക്ഷേ ഇതൊരു ഡിസ്കൗണ്ട് പ്രൈസ് എന്നുള്ള ലെവലിലേക്ക് ഇത് വന്നിട്ടില്ല. 5 മിനിറ്റിൽ എടുക്കേണ്ട ആവശ്യം വരില്ല. 6ാമത്തെ മിനിറ്റിൽ പിന്നെ ലിമിറ്റ് എടുക്കേണ്ട, ഡിസ്കൗണ്ട് എടുക്കേണ്ടെന്നാണ് പറയാറ് എല്ലാവരും എടുത്തു. അപ്പോൾ ടോട്ടൽ ഈ ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ അത് SL പോയിണ്ടാവും കേട്ടോ. മനസ്സിലായാൽ അഗ്രസീവായിട്ട് എടുത്ത് കളയാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് SL പോകും. ബേസിക്കലി നമുക്ക് ആ 3 ട്രേഡ് കഴിഞ്ഞപ്പോൾ ഇന്ന് ഓവറോൾ ഭയങ്കര ഇതായി, നല്ലൊരു മൊമെൻറ്റം കിട്ടിയില്ല. പിന്നെ അതിനും മാത്രം ട്രേഡ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ സെൻസസിലുണ്ടായിരുന്നു, സെൻസസിൽ അടിയുന്നുണ്ടായിരുന്നു കേട്ടോ. 318 ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്കൊരു കണ്ടീഷൻ ആക്ടിവേഷൻ നടന്നെങ്കിൽ കൂടിയും നമുക്ക് എടുക്കാൻ പറ്റില്ല. 5 മിനിറ്റിൽ സംഭവം ലിമിറ്റിലോ ഡിസ്കൗണ്ടിലോ കിട്ടില്ല. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യേണ്ടി വരും. ഇവിടെ നിന്നുള്ള ഈ ഒരു പമ്പ് നമുക്ക് കിട്ടില്ല. നമ്മൾ 2ാമത്തെ എൻട്രിയാണ് എടുത്തേക്കുന്നത്. 2ാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 പോയിൻ്റാണ് കിട്ടിയാണ് കേട്ടോ. 87 പോയിന്റ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് നിങ്ങൾക്ക് കാണാൻ കൺസോൾട്ടേഷനാണ് പിന്നെ അങ്ങോട്ട് വന്നേക്കണത്. പിന്നെയുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഫസ്റ്റ് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL ആണ്, പ്രോപ്പർ SL ആണ്. 30 പോയിന്റ് SL അടിച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. 2ാമത്തെ ട്രേഡ് അങ്ങനെയൊക്കെ തന്നെയാണ് എടുത്തേക്കണത്. പക്ഷെ 1 വേയിൽ തന്നെ നല്ലൊരു പോയിന്റ് കിട്ടും. പിന്നെ CC ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് 150 പോയിന്റ് എടുക്കാം. ഈ 2ാമത്തെ ലെവലിൽ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ആയപ്പോൾ പിന്നെ കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആ 150 പോയിന്റിലേക്ക് കറക്റ്റ് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദൂരം കൂടിയും പോയിട്ടുണ്ട്. അത് പറയണ്ട, നമുക്ക് ഈ 150ൻ്റെ കാര്യം സംസാരിച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നേക്കണത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു മേഖലയല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഇങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഗൂഗിൾ മീറ്റ് വഴിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും മനസ്സിലാവണമെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ മീറ്റ് സെറ്റാക്കി എന്നിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്ന ഒരു ഓപ്ഷനും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് തികച്ചും ഫ്രീ ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊരിക്കലും എൻ്റെ ഈ സെറ്റപ്പ് മനസ്സിലാവേണ്ട ട്രേഡ് എടുക്കാൻ ആരോടും പറയാറില്ല. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുക ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇതിങ്ങളായിട്ടാണ് ട്രേഡിംഗ് ഡേ ഉള്ളത്. നാളെയും മറ്റന്നാളും BTC മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ BTC കൊടുക്കും. അതർവൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും തിങ്കളാഴ്ചയാണ് നടക്കുക കേട്ടോ. ക്രൂഡ് ഓയിൽ നമ്മളിന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇത്തിരി നല്ല മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു വട്ടം കൂടി വേറെ ട്രേഡ് കൊടുക്കും. മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ സെയിം സ്ട്രൈക്ക് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.